കേരളത്തിലെ ധനസ്ഥിതി വല്ലാതെ ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേതന പരിഷ്കരണ ഉത്തരവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ജയിൽ പുള്ളികളുടെ വേതന വർധനവാണ്. ഇതെല്ലാവരെയും ആക്ഷരികമായി അത്ഭുതപ്പെടുത്തുകയും ഒരളവ് വരെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനമാണ് 2 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വേതന വർധനമനുസരിച്ച് ശരാശരി 18,000 രൂപ ഒരു തടവുകാരന് പ്രതിമാസം കിട്ടുന്ന തരത്തിലാണ്. അതായത് 620 രൂപ ഒരു ദിവസക്കൂലിയാണ്. തടവുകാരെ സംബന്ധിച്ചിടത്തോളം അവര് ജയിലറയിൽ താമസിക്കുന്നവരായതുകൊണ്ട് അവർക്ക് എല്ലാ ദിവസവും ജോലി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പുറത്തുള്ളവരെ പോലെ ഒരാഴ്ച ജോലി ചെയ്തിട്ട് ഒരു ദിവസം വിശ്രമിക്കുക, ആ തരത്തിലുള്ള ഏർപ്പാടുകളൊന്നും ജയിൽ പുള്ളികൾക്ക് ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും 31 ദിവസവും ജോലി ചെയ്തതായി രേഖപ്പെടുത്തുകയോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയോ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളത് കണക്കിലെടുക്കുമ്പോൾ 620 രൂപ ഒരു ദിവസ വേതനമായി നിശ്ചയിക്കുമ്പോൾ ഒരു തടവുകാരന് ശരാശരി 18,000 രൂപയാണ് കിട്ടുന്നത്. നമ്മളൊന്ന് ഓർക്കണം, തടവുകാരെന്ന് പറയുമ്പോൾ ഈ ജീവപര്യന്തം തടവുകാരായിട്ടുള്ള ആളുകൾക്കാണ് ഈ തരത്തിൽ വേതനം കൊടുക്കുന്നത്. വിചാരണ തടവുകാർക്ക് വേതനമില്ല. അതുപോലെ തന്നെ ഈ ചെറിയ കാലഘട്ടത്തിലേക്ക് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ കൂലി വേതനം കൊടുക്കുന്നില്ല. ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് കഠിന തടവിന് 10 വർഷവുമൊക്കെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു വേതനം കൊടുക്കുക എന്ന രീതിയുള്ളത്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമപരമായി നടപ്പാക്കിയിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. കാരണം അവരും കുറ്റവാളികളാണെങ്കിലും മനുഷ്യരാണ് എന്നുള്ള പരിഗണനയും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നതായിട്ടുള്ള അവരുടെ കുടുംബാംഗങ്ങൾ നിരാശ്രയരാണെന്നുള്ള ഒരു ധാർമ്മികതയൊക്കെ കണക്കിലെടുത്താണ് ഇവർക്ക് ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നതും ആ വേതനം അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു അംശം അവരുടെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കാനുള്ള അനുവാദമുണ്ട്. അതല്ല എങ്കിൽ അവർക്ക് നിക്ഷേപമായി സ്വരൂപിക്കാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവർ ഈ ജോലി എടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള നിക്ഷേപ ബാധ്യത മുഴുവൻ കൊണ്ടുപോകാനുള്ള നിയമ പരിരക്ഷയും ഒക്കെ ഉണ്ട്. അതൊന്നുമല്ല ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം. ഇവിടെ ഈ പറയുന്ന എല്ലാ ചെലവും കഴിഞ്ഞ് താമസം സൗജന്യമാണ്, ഭക്ഷണം സൗജന്യമാണ്, വസ്ത്രം സൗജന്യമാണ്. ഇതെല്ലാം കണക്കിലെടുക്കാതെ കൂടാതെയാണ് ഇപ്പോൾ ഈ പറയുന്ന വലിയ വർധനവ് ഈ ജയിൽ പുള്ളികൾക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇതിനെ സംബന്ധിച്ചൊരു വിമർശനം ഉണ്ടായതിന്റെ പ്രധാനമായ കാരണം 2ആണ്. ഒന്ന്, ഇതിനേക്കാളൊക്കെ വളരെയേറെ താഴ്ന്ന ശമ്പളത്തിൽ യാതന അനുഭവിക്കുന്ന പല വിഭാഗം തൊഴിൽ ആളുകൾ ഈ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരാണ് ആശാ വർക്കർമാർ, അതുപോലെ അംഗനവാടി ഹെൽപ്പർമാർ, അതുപോലെ വളരെ വളരെ തുച്ഛമായ പ്രതിദിവസ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് ആളുകൾ ഇവിടെ നിരന്തരമായി ഒരു വേതന വർധനവിന് വേണ്ടി അക്ഷരാർത്ഥത്തിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നത് ആവർത്തിക്കുന്നില്ല. ആശാ വർക്കർമാർ തിരുവനന്തപുരം ഭരണസിരാ കേന്ദ്രത്തിൽ മാസങ്ങളോളം നടത്തിയതായിട്ടുള്ള സമരം അവർ അവസാനം ഗതികെട്ടിട്ട് 10 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിഷ്കരുണം നിർദ്ദയം 5 പൈസ പോലും വർദ്ധിപ്പിച്ചു കൊടുക്കാതെ അവരെ പിരിച്ചയച്ച ഒരു സർക്കാരാണ് ഇവിടെ യാതൊരു തരത്തിലുള്ള ആവശ്യവും സംഘടിതമായി ഉന്നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാതെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏകപക്ഷീയമായി സർക്കാരിന് മനസ്സലിവ് തോന്നി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആർദ്രതയുടെ ഫലമായി ഈ വേതന വർധന വരുത്തിയിരിക്കുന്നു. ഇതിനകത്ത് ഒരു നീതി നിഷേധമുണ്ട്. പാവപ്പെട്ട ആശാവർക്കർമാരോ അംഗനവാടി ഹെൽപ്പർമാരോ അതുപോലെ വളരെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന കരാർ തൊഴിലാളികളോ ദിവസ വേതനക്കാരോ ശമ്പള വർധനവിന് വേണ്ടി ദീർഘനാളുകളായി പല വിധത്തിലുള്ള മാർഗങ്ങൾ, സമരം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരു തൊഴിലാളി വർഗ സ്നേഹമുള്ള ഒരു സർക്കാർ ഈ തരത്തിലൊരു വിവേചനം കാട്ടുന്നത് ഒരു തരത്തിലും നീതീകരിക്കത്തക്കതല്ല എന്നതാണ്
ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാന ഘടകം. ആരോപണങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ വർധനവിനെതിരായിട്ടുള്ള ശബ്ദമല്ല, മറിച്ച് ഈ വേതന വർധനവ് കൊടുക്കുമ്പോൾ പ്രധാനമായി പരിഗണനയിൽ എടുക്കേണ്ടത് ഇന്നത്തെ കേരളത്തിന്റെ ധനസ്ഥിതി, രണ്ടാമതായി പരിഗണനയിൽ എടുക്കേണ്ടത് ഇവർക്ക് സമാനമായി പുറത്ത് ജോലി ചെയ്യുന്ന വളരെ പാവപ്പെട്ട തുച്ഛ വരുമാനക്കാരായിട്ടുള്ള മറ്റ് ജീവനക്കാർ. അപ്പോൾ അവരോടുള്ള ആർദ്രത, ഈ ജയിൽ ജയിൽ പുള്ളികളോടുള്ള ആർദ്രത പുറത്തു നിൽക്കുന്ന ആളുകളോട് കാട്ടാതിരിക്കുമ്പോൾ അതിനകത്തുള്ള വലിയ വിവേചനമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കണം. സർക്കാരിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് വളരെയേറെ ആശങ്ക ഉണർത്തുന്നതായിട്ടുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ കുറെ നാളുകളായി ഉയർന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഖജനാവിലുള്ള തുക എന്ന് പറയുന്നത് നികുതിദായകന്റെ പണമാണ്. നികുതിദായകന്റെ പണം തുല്യമായി വീതിക്കപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഒരു സർക്കാരിനുള്ളത്. അർഹിക്കുന്നവർക്ക് കൊടുക്കണം. ഇതാരുടെയും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല. എന്നാൽ അവിടെ ഒരു സമത്വഭാവത്തോടെ നീതിപൂർവമായിട്ടുള്ള ഒരു വേതന വിതരണം ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ്. പ്രത്യേകിച്ച് എപ്പോഴും തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്നൊക്കെ വീമ്പിളക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിസഭ ഈ തരത്തിലുള്ള കടുത്ത വിവേചനം കാട്ടുന്നത് ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. അതുകൊണ്ട് വേതന വർധനവ് കൊടുത്തത് കുറയ്ക്കണമെന്ന് പറയുന്നതല്ല. ഇവിടെ സമാനമായി ദുരിതം അനുഭവിക്കുന്ന ദിവസവേതനക്കാർ മറ്റു മേഖലകളുണ്ടെങ്കിൽ അവരുടെയും വേതനം കാലാനുസൃതമായി വർദ്ധിപ്പിച്ച് അവർക്ക് ആശ്വാസം കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ 18,000 രൂപ പ്രതിമാസം ഒരു മാസം ശമ്പളമായി കിട്ടുന്ന ആളുകൾ ഒരു വർഷം ഉണ്ടാക്കുന്ന തുക എത്രയാണെന്ന് കാണണം. അതിനെ 12 കൊണ്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ എത്രയാണ്? 2 ലക്ഷത്തിലധികമാണ്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ 10 വർഷത്തേക്ക് കഠിന തടവ് ശിക്ഷിക്കപ്പെട്ട ഒരു ജയിൽ പുള്ളി പുറത്തിറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു 20-23 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ വേതനമായി അദ്ദേഹത്തിന്റെ നിക്ഷേപത്തിൽ ഉണ്ടാകുമെന്നാണ് ഒരു ശരാശരി കണക്ക്. അതിൽ അദ്ദേഹം നേരത്തെ എത്ര അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു? 2 ദിവസം മുമ്പ് ഒരു മുൻ റിട്ടയർഡ് ജയിൽ DGP പറഞ്ഞത് 50% വീട്ടിൽ കൊടുക്കുന്നു, 30% ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുന്നു, 20% മാത്രമേ ഈ ജയിൽ പുള്ളികളുടെ കയ്യിൽ കിട്ടുന്നു എന്നൊക്കെ അദ്ദേഹം ചില കണക്കുകളൊക്കെ അവതരിപ്പിച്ചു. അതൊന്നും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. അതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം തന്നെ പല വിശദീകരണങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ കാലത്താണ് പോലും ഈ വർധനവും ഈ സഹതാപവും ഒക്കെ ജനങ്ങളിൽ സൃഷ്ടിച്ചെടുക്കുകയും സർക്കാരിനെ സ്വാധീനിക്കുകയും ചെയ്തതെന്നൊക്കെ അദ്ദേഹം ഒരു ചാനലിൽ അവകാശപ്പെടുന്നതായി കേട്ടു. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും കൊടുത്തതാ. ഇനിയിപ്പോൾ കുറയ്ക്കാനായി സാധ്യമല്ല. ബഹുമാനപ്പെട്ട AK ആന്റണി, മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി പറഞ്ഞതുപോലെ ഒരു കെയർടേക്കർ മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ആകെക്കുള്ള 2-2.5 മാസമേ ഉള്ളൂ. അപ്പോൾ ഒരു കെയർടേക്കർ മന്ത്രിസഭ ഇതുപോലെ ശൂന്യമായി കിടക്കുന്ന ട്രഷറിയിലെ സാധാരണ നികുതിദായകന്റെ പണം ഈ തരത്തിൽ വിവേചനത്തോടുകൂടി വിനിയോഗിക്കുന്നത് ധാർമ്മികമായി ശരിയല്ല, നിയമപരമായി ശരിയല്ല, സാങ്കേതികമായി ശരിയല്ല എന്നത് ഓർക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആർദ്രതയും കരുണയും വാത്സല്യവും ചേർത്ത് പിടിക്കലുമൊക്കെ സമാനമായി ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കും നൽകണം എന്നാണ് പൊതുസമൂഹത്തിന് വേണ്ടി ഇപ്പോൾ പറയാനായിട്ടുള്ളത്.